എമ്പുരാൻ സിനിമ കത്തിക്കേറുകയാണ്. 200 കോടിയുടെ കാർഡെല്ലാം അടിച്ചിറക്കി പൃഥ്വിരാജ് അങ്ങനെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് നിർമ്മാതാവിന്റെ വീട്ടിൽ ED കയറി നിരങ്ങുകയാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ വീട്ടിലല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലാണ്. അതായത് ഗോകുലത്തിൻ്റെ ഓഫീസുകൾ ചെന്നൈ, കോഴിക്കോട്, കൊച്ചി, ഈ 3 സ്ഥലങ്ങളിലെ ഓഫീസുകളിൽ ഇന്നിതാ രാവിലെ NIA ഉദ്യോഗസ്ഥർ ED ഉദ്യോഗസ്ഥർ ഇരച്ചെത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് സംബന്ധിച്ച് വാർത്താ മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട് കഴിഞ്ഞു. ഈ ഓഫീസുകളിൽ EDയുടെ റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. രേഖകൾ വിശദമായിട്ട് പരിശോധിക്കുന്നു. എന്തിനാണ് ഈ റെയ്ഡ് എന്നുള്ള വിവരം ED പുറത്തുവിട്ടിട്ടില്ല, അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടില്ല. എല്ലാവരുടെയും വിലയിരുത്തൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പൃഥ്വിരാജിന്റെ ജാതകം അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും. അതും സാധ്യതയുണ്ട്. കാരണം മല്ലിക സുകുമാരൻ പറയുന്നത് കേട്ടല്ലോ, RSSന് പൃഥ്വിരാജിന്റെ ജാതകത്തെ കുറിച്ച് വശമില്ല. അപ്പോൾ ആ ജാതകം പരിശോധിക്കാനായിരിക്കുമോ ഗോപാലിന്റെ വീട്ടിലും ചിലപ്പോൾ താമസിയാതെ തന്നെ മല്ലികയുടെ വീട്ടിലും പൃഥ്വിരാജിന്റെ വീട്ടിലും ഒക്കെ ഉദ്യോഗസ്ഥരെത്തിയേക്കാം ജാതകവും തപ്പി. എന്തായാലും നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഒരു ദുരൂഹമായി തുടരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഈ നെല്ലും കല്ലും നെല്ലും പതിരും വേർതിരിക്കാനാണ് EDയുടെ ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരിപ്പോൾ അവകാശപ്പെടുന്നത്, ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത പറയാം. ഈ വിദേശങ്ങളിൽ എമ്പുരാൻ്റെ കളക്ഷനെ സംബന്ധിച്ച് ചില കണക്കുകളൊന്നും ശരിയാകുന്നില്ല എന്നൊരു വാദം രാവിലെ എന്നോടൊരു സുഹൃത്ത് പങ്കുവച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പ്രാഥമികമായിട്ട് ഒരു 1-2 പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് ഈ എമ്പുരാൻ്റെ കളക്ഷൻ വലിയ തോതിൽ ഈ പറയുന്ന 200 കോടി ക്ലബിലേക്ക് എത്തിയോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എമ്പുരാനെ അനുകൂലിച്ചുകൊണ്ട് എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറി, എമ്പുരാൻ 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ കയറി എന്നൊക്കെ. നമ്മൾ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഏജൻസികളുണ്ട്. അവരൊക്കെ ഇത് കേട്ട് വെറുതെ കയ്യും കെട്ടി ഇരിക്കുന്ന പഴയ കാലമല്ല ഇത് എന്ന് ഈ പ്രചരിപ്പിക്കുന്നവർ തിരിച്ചറിയണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ശരിക്കു പറഞ്ഞാൽ ഒരു 2 മാസം തികച്ചായിട്ടില്ല, നമുക്കറിയാം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാതാവും മറ്റുമൊക്കെ വലിയ തോതിൽ 50 കോടി കളക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ് മുഖ്യധാര ചാനലുകളിലടക്കം അതിനെ സംബന്ധിച്ച് വാർത്ത വന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നു. റെയ്ഡ് നടന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും വളരെ ചെറിയൊരു തുകയ്ക്കുള്ള കളക്ഷനെ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുമുള്ള സത്യം തിരിച്ചറിഞ്ഞത്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ ചാടി വീഴുമോ? കൈരളിയും മീഡിയ വണ്ണല്ലേ ഇനി വൻ കരച്ചിലായിരിക്കുമല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കരച്ചിൽ ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല. ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിലും വലിയ കരച്ചിലായിരുന്നു, ലോക്സഭയിൽ കരയുന്നത് കണ്ടു. ഇനി ആ കരച്ചിൽ EDയുടെ നേരെയാകുമോ? ജബൽപൂരിൽ തുടങ്ങിയ കരച്ചിലാണ്, അത് ഉടനെ ഒന്നും തീരില്ല. തീർക്കാൻ ഉള്ള അവസരം EDയും NIAയും ഒന്നും കൊടുക്കത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. എനിക്കാണ് ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനേക്കാൾ കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്നത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടാണല്ലോ. പൃഥ്വിരാജിന് വലിയ രീതിയിൽ ഈ വിദേശ സഹായങ്ങൾ, വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ താമസിക്കാനുള്ള ഇടങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പല പല വിവാദങ്ങൾ ഈ സുപ്രിയയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടെല്ലാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ED ആ മേഖലയിലേക്കല്ലേ തിരിയാനുള്ളത്? തീർച്ചയായിട്ടും അതും താമസിയാതെ തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്നത് പോലെ മുംബൈയിൽ ഗ്രീൻ ഹിൽസിൽ വലിയ വില കൂടിയ, അതായത് ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻ ഹിൽസ്. അവിടെ ഒരു വലിയ ഫ്ലാറ്റ്, ആഡംബര വില്ല വാങ്ങുക, അവിടെ താമസിക്കുക, മകളെ മാസം ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ, അംബാനിയുടെ സ്കൂളിൽ പഠിപ്പിക്കുക, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ആൾക്കാർ ഇതിനെ സംബന്ധിച്ചൊക്കെ അവയർനെസ് ഉള്ളവരാണ്. അവരാരും വിഡ്ഢികളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടി വരും. ഇതിനുള്ള വരുമാനമുണ്ടോ? ഈ പറയുന്നത് പോലെ ഇത്തരം സിനിമകളൊക്കെ എടുക്കാനുള്ള പണം എവിടുന്ന് വരുന്നു? വിദേശ ഫണ്ട് ഇതിന് പുറകിലുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അത്തരത്തിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നല്ലതല്ലേ?
പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല. അപ്പോൾ പിന്നെ എന്തിനാ വഴിയിൽ പേടിക്കുന്നത്? യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അദ്ദേഹത്തിന് സധൈര്യം നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിന്ന് സംസാരിക്കാം. പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ തൊട്ടാൽ അമ്മ ഇറങ്ങും, മല്ലിക ഇറങ്ങും. അതായത് അമ്മയല്ല, ആരിറങ്ങിയാലും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അവരെ ആരെയും ഭയപ്പെടില്ല, അവരുടെ ആരുടെയും വരുതിക്ക് നിൽക്കില്ല. കാരണം നല്ല ആമ്പിള്ളരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അവരുടെ കൈകൾ കെട്ടപ്പെട്ടതല്ല. ഈ പറയുന്ന ഏജൻസികളൊന്നും കൂട്ടിലടച്ച തത്തയുമല്ല. പണ്ട് സുപ്രീം കോടതി പറഞ്ഞതാണല്ലോ CBI കൂട്ടിലടച്ച തത്തയാണ്. ആരുടെ ഭരണകാലത്താണെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഈ പറയുന്ന പോലെ ഇപ്പോൾ CBIയെ കുറിച്ച് നമ്മൾ അധികം കേൾക്കുന്നില്ല. കേൾക്കുന്നത് EDയെ കുറിച്ചും NIA കുറിച്ചും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും SFIOയെ കുറിച്ചും കേരളത്തിൽ അവർക്ക് വിശ്രമമില്ലല്ലേ. നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങ് മലപ്പുറത്ത് മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് നടക്കുകയാണ്. ഇങ്ങ് സമീപത്ത് മറ്റൊരു അടുത്ത ജില്ലയായ കോഴിക്കോടും കൊച്ചിയിലുമെല്ലാം ഈ EDയുടെ റെയ്ഡ് നടക്കുന്നു. അങ്ങനെ വിശ്രമമില്ലാതിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിലാണ് ഇപ്പോൾ അവരുടെ പ്രധാന കേരളമാണ്. ഇപ്പോ ഒരു കാലത്ത് കാശ്മീർ ആയിരുന്നത് ഇപ്പോൾ കേരളമായി. പക്ഷെ അങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവിടെ ഭീകരവാദം വളരുന്നു, അവിടെ രാജ്യവിരുദ്ധ ശക്തികൾ വളരുന്നു. അങ്ങനെയാണെങ്കിൽ നാം നോക്കിക്കൊണ്ടിരിക്കുകയോ വെറും വാക്കുകളിൽ ഒതുക്കുകയോ ഇപ്പോൾ കേന്ദ്ര സർക്കാരുകൾ ചെയ്യുന്നില്ലല്ലേ? ഇല്ല, അങ്ങനെ കേന്ദ്ര സർക്കാരിന് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല, മൗനം പാലിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ രാജ്യം ഒരു വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ്. അതിന് വിഘാതമുണ്ടാക്കുന്ന, അതിനെ തകർക്കുന്ന, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ശക്തികളെയും കേന്ദ്ര സർക്കാർ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് SDPI ആയാലും കൊള്ളാം, പോപ്പുലർ ഫ്രണ്ട് ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം. നമ്മുടെ ഈ വളർച്ചയെ 2047 സമ്പൂർണമായ ഒരു വികസിത രാഷ്ട്രമായി വളരാനുള്ള ഭാരതത്തിൻ്റെ അജണ്ടയെ, അതിൻ്റെ ത്വരയെ ഒക്കെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ പരാജയപ്പെട്ടു പോവുകയേ ഉള്ളൂ. അത് വളരെ വ്യക്തമാണ്. സർക്കാർ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളുമായി, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്നവർ ഒരുപാടൊന്ന് ആലോചിക്കണം. ഇത് നമുക്ക് നല്ലതാണോ അല്ലയോ? എനിക്ക് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ മുൻപ് പ്രൊഡക്ഷൻ ചെയ്ത ഒരു ഇതുണ്ടായിരുന്നല്ലോ, സ്ഥാപനം ലൈക്ക, അതായത് മാൻഡ്രിക് എന്നൊരു സിനിമ എടുത്ത് ഗോപാലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയാണ് എനിക്കും പറയാൻ തോന്നുന്നത്. കാരണം ഈ ലൈക്ക എന്ന് പറയുന്നത് ഒരു രാജ്യാന്തര ഇന്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു വിതരണ കമ്പനിയാണ്. അവർ ഇതിന്റെ ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തു. പക്ഷെ എമ്പുരാൻ എന്ന മാൻഡ്രേക്കിനെ കയ്യിൽ വാങ്ങിയപ്പോഴാണ് അവർക്ക് അപകടം മനസ്സിലായത്. അവർ ഉടൻ തന്നെ ഒരു ഉപകരാറ് പോലെ ഇത് അടുത്തൊരാളെ ഏൽപ്പിച്ചു. കഷ്ടകാലത്തിന് നമ്മുടെ ഈ ഗോപാലൻ, അദ്ദേഹം സിനിമാ രംഗത്ത് വലിയ പഴശ്ശിരാജ പോലെയുള്ള നല്ല സിനിമകൾ എടുത്ത നിർമ്മാതാവാണ്. അദ്ദേഹം കായംകുളം കൊച്ചുണ്ണി പോലെയുള്ള സിനിമകളൊക്കെ എടുത്ത നിർമ്മാതാവാണ്. അദ്ദേഹത്തിന് സിനിമാ ഫീൽഡിൽ വലിയ അനുഭവ സമ്പത്തുമുണ്ട്. കേരളത്തിൽ ED ആണെങ്കിൽ തമിഴ്നാട്ടിൽ കർഷകരാണ്. അതെ, ഈ ചിട്ടി ഫണ്ടിൽ അദ്ദേഹം പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിതരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം അറിഞ്ഞു കാണില്ല ഇത് ഇത്രയും വലിയ കുഴപ്പമാണെന്ന്. ഈ ഗോപാലനുമായി ബന്ധപ്പെട്ട് ഗോകുലം ഈ വിതരണ കമ്പനി ഉണ്ടല്ലോ, അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് വലിയ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ചുമ്മാ ഇരിക്കുമ്പോൾ ചുണ്ണാമ്പ് തേച്ചു എന്ന് പറയുന്നത് രായപ്പം. കാരണം ഇത് എത്ര പേർക്കാണ് പ്രശ്നം. ഒരു ഭാഗത്ത് മോഹൻലാൽ, ഒരു ഭാഗത്ത് ഗോപാലൻ. അതെ, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഇതിന്റെ വിതരണക്കാർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ ഇത് വലിയ ഏടാകൂടമായി മാറിയിരിക്കുകയാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ പറഞ്ഞതുപോലെ NIAയും EDയും ഒക്കെ നമുക്കറിയാം. NIAയുടെ ചിഹ്നങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തതായിട്ട് വലിയ തോതിൽ വിമർശനം ഉയർന്നു, രൂക്ഷമായ വിമർശനമായിരുന്നു. അത് വിവാദമായതോടുകൂടി അതൊക്കെ കട്ട് ചെയ്ത് നീക്കി എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇതൊരു സൂചനയാണ്. ഇതിൻ്റെ പുറകിൽ ഉള്ള ശക്തികളെ, ഇത്തരത്തിലൊരു സിനിമ എടുക്കാനും നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കാനും ശ്രമിച്ച ആൾക്കാരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും എന്ന് വ്യക്തമാണ്. അവർക്കെതിരെ നിയമ നടപടിയും ഉണ്ടാകുമെന്ന് തീർച്ചയാണ്.